വെൽക്കം ടു ടേസ്റ്റി ബഡ്സ്. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ ഇന്ന് പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമ്മുടെ സാധാരണ സ്പോഞ്ച് കേക്കാണ്. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെയാണ്. അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് പോവാം. നമുക്കിന്ന് നോർമലായിട്ടുള്ള ഒരു സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഉണ്ടാക്കാം. ഞാനൊരു 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ 1.25 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ അളവിലുള്ള പോലത്തെ വലിയ സ്റ്റീൽ ഗ്ലാസ്സിനുള്ള ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1/4 ഗ്ലാസും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പൊടിച്ചതാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പൊടിക്കാതെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഏലക്കായൻ്റെ തരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് അതിൻ്റെ ടേസ്റ്റ് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഒരു നുള്ള് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഞാൻ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ മുട്ടയും ഏലക്കായ പൊടിയും അതുപോലെ ഉപ്പും എല്ലാം കൂടി നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഈ കേക്ക്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1.5 ഗ്ലാസ് പൊടിയാണ് ചേർക്കാനുള്ളത്. ഇനി നമുക്ക് 1.5 ഗ്ലാസ് മൈദപ്പൊടി ചേർക്കാം. ഞാൻ നേരത്തെ പഞ്ചസാര എടുത്ത അതേ സെയിം ഗ്ലാസ്സിന് തന്നെയാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. അത് നമുക്കിനി കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ ആ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിൽ കുറേശ്ശെയായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വലിയ ഹൈ പ്രൊസീജിയറുള്ള കേക്കൊന്നല്ല, നമ്മളൊരു നോർമലായിട്ട് ചെയ്യുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. വല്ലാതെ ബീറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ മൈദപ്പൊടി ഇട്ട് കഴിയുമ്പോൾ കുറച്ചായിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. നമുക്ക് ഏകദേശം ഈ കൺസിസ്റ്റൻസിയിൽ വേണം. കണ്ടോ, നമ്മൾ ഇത് ഈ ബീറ്റർ ഇതിൽ മുക്കുമ്പോൾ അതിൽ നിന്ന് വീഴുന്നുണ്ടോ? അപ്പോൾ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ ആയാൽ മതി. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രഷ് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മേലേക്കൊക്കെ ഒന്ന് നന്നായി നെയ്യ് തേച്ച് കൊടുക്കണം. അപ്പോൾ കുക്കർ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അത് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ കൂട്ടിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കത് മൂടിയിട്ട് അതുപോലെ തന്നെ വെയിറ്റ് ഇടാതെ നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കാം. ഈ കുക്കറിൻ്റെ ടോപ്പ് കൊണ്ട് നമുക്കത് മൂടി കൊടുക്കാം. ഇനി നമ്മൾ വെയിറ്റ് ഇടാതെ നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കിയതാണ്. നമുക്ക് മുന്തിരി വെച്ച് കൊടുക്കാൻ വേണ്ടി. ഈ സമയത്താണ് നമ്മൾ മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അത് കാരണമാണ്. നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കാം. ഇനി ഉടനെ തന്നെ നമുക്കിതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. ഈ ലിഡ് ക്ലോസ് ചെയ്യാം നമുക്ക്. അതങ്ങനെ ഇരുന്നിട്ട് അത് ബേക്ക് ചെയ്ത് വരട്ടെ. ഇതൊന്നൊരു സ്ക്വയർ വെച്ച് കുത്തി നോക്കാം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. കണ്ടോ, നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ അത് താഴ്ന്നു പോകുന്നു. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കുറേ പേരുണ്ട് കേക്ക് ഉണ്ടാക്കുന്നവർ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സിമ്പിൾ കേക്കാണ്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയ കേക്കാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.